പലപ്പോഴായി ശശി തരൂർ പറയുന്ന പല കാര്യങ്ങളും കോൺഗ്രസിനുണ്ടാക്കുന്ന ഒരു തലവേദനയുണ്ട്. ശശി തരൂർ തന്റെ നിലപാടിൽ കുറച്ചു കാലങ്ങളായി ബിജെപിക്കൊപ്പം ചേരുന്നു എന്ന തരത്തിലുള്ളവയാണ്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു എന്താ പറയാ മോദി സ്തുതി എന്നൊക്കെ ട്രോളന്മാർ പറയുന്നത് പോലെ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പല നിലപാടുകളും. പക്ഷേ കൃത്യമായി കേന്ദ്ര സർക്കാർ എടുക്കുന്ന ചില കാര്യങ്ങളെ ശശി തരൂരിനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് അംഗീകരിക്കുമ്പോൾ, അഭിനന്ദിക്കുമ്പോൾ കോൺഗ്രസിന് അത് സഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തം. എന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് രാജഗോപാൽ സാർ. ഇത് ഒരു ലൈൻ ഓഫ് കൺട്രോൾ ബ്രേക്ക് ചെയ്യുകയാണോ ശശി തരൂർ? നീതു നല്ല രസകരമായ ഒരു പ്രയോഗമാണ് നീതു നടത്തിയത്. ശശി തരൂര് LOC ലൈൻ ഓഫ് കൺട്രോൾ ലംഘിച്ചോ എന്നാണ് ചോദിച്ചത്. നിയന്ത്രണ രേഖ മറികടന്ന് അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയോ അതോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നോ, എന്താണ് അദ്ദേഹം ചെയ്തതെന്നുള്ളൊരു മട്ടിലാണ്. ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും യുദ്ധങ്ങളെ കുറിച്ചും അതിനകത്ത് ഉപയോഗിച്ച വിമാനങ്ങളെ കുറിച്ചും മിസൈലുകളെ കുറിച്ചും ഒക്കെ ആളുകൾക്ക് സാമാന്യ ബോധമുള്ള ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തെയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിൽ കൂടെ അതിനെ കൊണ്ടുപോയാൽ വളരെ രസകരമായിരിക്കും, ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. നന്നായി. ശശി തരൂർ ഇവിടെ നിയന്ത്രണ രേഖ ലംഘിച്ചോ? സംസാരത്തിൽ അദ്ദേഹം എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? അതാണ് ചോദ്യം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ലംഘിച്ചു. അദ്ദേഹം ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു, ഇന്ത്യ മഹാരാജ്യത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കണം. അതിന് യുദ്ധത്തെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ സ്കാൾപ്പ് മിസൈലുകൾ പ്രയോഗിക്കണമോ, അതോ ഇനി അതല്ല ബ്രഹ്മോസ് തന്നെ അയച്ചിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കി കളയണമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ബാലിശമായ അർത്ഥശൂന്യമായ വിവാദങ്ങളെന്നൊക്കെ ഇതിനെ പറയാനുണ്ട്. ഞാൻ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തെ കുറിച്ചല്ല പറയുന്നത്, അതിന്റെ തലപ്പത്തിരിക്കുന്ന ചില നേതാക്കന്മാരാണ്. ഐക്യു ലെവല് 0-നും താഴെയുള്ള കുറച്ച് നേതാക്കന്മാർ ഇപ്പൊ അതിന്റെ തലപ്പത്ത് കയറിയിരിപ്പുണ്ട്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ശശി തരൂർ എന്തു പറഞ്ഞെന്നാണ് ഈ പറയുന്നത്? അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇപ്പൊ അവസാനം അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ, എനിക്ക് ഏത് യുദ്ധം പോലെയുള്ള സന്ദർഭങ്ങളില് എനിക്ക് എന്റെ രാജ്യമാണ് വലുത്. എന്റെ അമ്മയെ പോലെയാണ് എന്റെ രാജ്യം. എന്റെ പതാക, എന്റെ ഭാരതത്തിന്റെ പതാക, ഇന്ത്യയുടെ പതാകയാണ് എനിക്ക് ഏറ്റവും വലിയ ബഹുമാന്യത, സ്വീകാര്യതയുള്ളത്. ഇതൊക്കെയാണ് അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയത്. അതിനു മുമ്പ് പറഞ്ഞതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. 71-ലെ ഇന്ത്യ അല്ല, 71-ലെ പാകിസ്ഥാൻ അല്ല, അത്തരത്തിലൊക്കെ പറഞ്ഞു നിർത്തിയതാണ്. അപ്പൊ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്റെ മാതാവാണ്, അല്ലെങ്കിൽ അതാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ്. എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം ഏത് അർത്ഥ പ്രദേശത്ത് കയറി ഇങ്ങനെ പറഞ്ഞെന്നായി പറയുന്നു. മനസ്സിലാകുന്നില്ല. ഇവരുടെയൊക്കെ ഈ നിലപാടിന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട, അത് അവരുടെ പാർട്ടി സ്വയം ആലോചിച്ച് എടുക്കേണ്ട കാര്യമാണ്. പക്ഷെ പാർട്ടിയിലൊക്കെ കുറച്ച് ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരത്തരം കാര്യങ്ങളിലൊക്കെ ഇന്നലെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു. ശശി തരൂർ പിന്നീട് അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നെ ആരും അങ്ങനെ പരസ്യമായിട്ടൊന്നും ശാസിച്ചിട്ടില്ല, ആരും അങ്ങനെ അത്തരത്തിൽ സംഭവങ്ങളൊന്നും എന്റെ പാർട്ടിക്കകത്തിലോ എന്റെ നേരെ ഉയർന്നു വരുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒരുപക്ഷെ അത് അവസാനിച്ചേക്കാം. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് സാധാരണ ഈ താഴെത്തട്ടിലുള്ള ആളുകളെല്ലാം കേട്ട് മനസ്സിലാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. അതായിരിക്കും സംഭവിച്ചേക്കുന്നത്. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തരൂരിനെ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സാധാരണ കോൺഗ്രസ്സുകാരനായിട്ട് കാണരുത്. സാധാരണ കോൺഗ്രസ്സുകാരനല്ല അദ്ദേഹം. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞില്ലേ, UN പോലുള്ള ഇതിന്റെ അണ്ടർ സെക്രട്ടറി ആയിട്ടിരുന്ന മനുഷ്യനാണ്. UN-ലൊക്കെ അണ്ടർ സെക്രട്ടറി ആയിട്ടിരിക്കണമെങ്കിലുള്ള ഒരു യോഗ്യതയും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അദ്ദേഹം വിദേശത്താണ് പഠിച്ചതും ജീവിച്ചതും ഒക്കെ. അദ്ദേഹം വിദേശത്താണ്, മലയാളിയാണെങ്കിലും. പക്ഷെ എങ്കിൽ പോലും ഒന്നാന്തരം മലയാളം പറയുന്നു. നമ്മൾ പറഞ്ഞില്ലേ, 10 കൊല്ലം വിദേശത്തോ മറ്റോ ചോദിച്ച് തിരിച്ചു വരുന്ന ആളുകൾക്ക് മലയാളം അറിയത്തില്ല. നമ്മുടെ ഞാൻ കുറ്റം പറയുകയല്ല, CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയിട്ട്, ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന പ്രകാശ് കാരാട്ട് മലയാളിയാണ്. 10-20 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ചതാണ്. പക്ഷെ അതിനുശേഷം പുറത്തു പോയി. ഇപ്പൊ അദ്ദേഹത്തിന് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. മലയാളത്തിൽ കഴിവുകേടെന്നൊന്നും ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നില്ല. സാധാരണ പാർട്ടി പോകത്തിൽ ഇപ്പൊ കുട്ടനാട്ടിലെയോ അല്ലെങ്കിൽ മറ്റുള്ള കർഷക തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് VS-ന്റെയോ നമ്മൾ പറഞ്ഞ ഈ സുധാകരന്റെ ഒക്കെ സ്വാധീനം എന്ന് പറയുന്നത്. പക്ഷേ ശശി തരൂരിനെ നമ്മൾ ആ രീതിയിൽ വേണം താരതമ്യപ്പെടുത്താൻ. മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അതിമനോഹരമായിട്ട് അദ്ദേഹം സംസാരിക്കും. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, 3 തെരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം ആദ്യം വന്നപ്പോൾ ഈ KR നാരായണൻ പണ്ട്
ഒറ്റപ്പാലം സംവരണ മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു. നമ്മുടെ രാഷ്ട്രപതിയായി തീർന്ന KR നാരായണനെ ഒറ്റപ്പാലത്താണ് ആദ്യം മത്സരിപ്പിച്ചത്. അന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ അവിടെ പാർലമെന്റിൽ മത്സരിപ്പിച്ചു, ജയിപ്പിച്ചു. അങ്ങനെ തലയെടുപ്പുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരാരും സമരം ചെയ്തു വന്നവരല്ല, സമരം ചെയ്തും വഴക്കിട്ടു ഒന്നും വന്നവരല്ല. നമ്മുടെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയക്കാരെ പോലെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുക, അവിടെ പോലീസ് വെച്ചിരിക്കുന്ന ബാരിക്കേഡൊക്കെ തള്ളിമറിച്ച ശേഷം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക, അപ്പൊ പ്രവർത്തകർ വീഴുന്ന കൂട്ടത്തിൽ നേതാവും വീഴുക, അല്ലെങ്കിൽ ലാത്തിച്ചാർജോ വല്ലതുമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആരെങ്കിലും പ്രവർത്തകന്റെ ദേഹത്ത് വീഴുന്ന ചോര എടുത്ത് നേതാവ് ദേഹത്ത് തൂക്കുക. അവസാനം പിറ്റേ ദിവസം വരുന്ന വാർത്ത എന്തായിരിക്കും? നേതാവടക്കം ഇത്ര പേര് ആശുപത്രിയിലെന്ന് പറഞ്ഞായിരിക്കും. ഇതിന്റെ നമ്മൾ പണ്ട് പാലക്കാട്ടൊരു സംഭവം കണ്ടതാണ്. അന്ന് മന്ത്രിയായിരുന്ന, കേരളത്തിലെ അന്ന് പ്രസിദ്ധനായ മന്ത്രിയായിരുന്ന ഒരു ഇടതുപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ പേര് ഞാൻ പറയാം, ശിവദാസ മേനോൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പാലക്കാട്ട് വലിയ ലാത്തിച്ചാർജ് നടന്നാണ്. ശിവദാസ മേനോനെ റോഡിലിട്ട് അടിച്ചു അദ്ദേഹത്തെ. അടിച്ച ശേഷം അദ്ദേഹത്തിനെ പെട്ടെന്ന് പിന്നീട് MP ആയ ഒരു നേതാവാണ് താങ്ങിയത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ശിവദാസ മേനോന്റെ തല പൊട്ടി ചോര ഒഴുകുകയാണ്. അപ്പൊ MP ആയ നേതാവ് എന്ത് ചെയ്തു? പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തലേന്ന് കുറച്ച് ചോര എടുത്ത് അദ്ദേഹത്തിന്റെ ഉടുപ്പേലൊക്കെ വാരി തേച്ചു. അപ്പൊ നമ്മള് അന്ന് ടെലിവിഷനിലൊക്കെ സജീവമായിട്ട് വന്നു. അതായത് കാണാൻ പറ്റി, ടെലിവിഷനിൽ കാണാൻ പറ്റി, ശിവദാസ മേനോന്റെ തലയിൽ ചോര എടുത്ത് തന്റെ അദ്ദേഹത്ത് തേക്കുന്നത് കാണാൻ പറ്റി. എന്ന് പറഞ്ഞ പോലെയുള്ള കുറച്ച് രാഷ്ട്രീയ അവരുടെ സംബന്ധിച്ച് അവരുടെ ക്ലാസ് ഇങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, വരേണ്ടത് ഇങ്ങനെയാണ് നേതാവ് എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. തരൂര് ആ ക്ലാസ് അല്ല. അദ്ദേഹം അങ്ങനെ നമ്മൾ കണക്കാക്കരുത്. അദ്ദേഹത്തിന് UN സെക്രട്ടറി ജനറൽ ആകേണ്ടതായിരുന്നു. ഇപ്പൊ അമേരിക്കക്കാരന്റെയും ഒക്കെ US ഒക്കെ സങ്കല്പത്തിൽ അദ്ദേഹം ബ്ലാക്ക് ആണല്ലോ. അദ്ദേഹം ഒരു ബ്ലാക്ക് ആയി പോയത് കൊണ്ട് മാത്രം, അല്ലാതെ അതിന്റെ കുറവിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല അദ്ദേഹം സെക്രട്ടറി ജനറൽ ആകാനിരുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ വലിയൊരു ഇമേജിലാക്കിയാണ് അദ്ദേഹം മത്സരിച്ചത്. പിന്നീട് വരുന്ന 2-3 മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ആ നെഗറ്റീവിനകത്ത് ഏറ്റവും വലിയ പോലെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും വിചാരിച്ച തരൂര് ജയിക്കാൻ പോകുന്നില്ല, ഇത്രയും വലിയ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മരണകാരണത്തിന് അദ്ദേഹത്തിന്റെ പേരിലൊക്കെ അന്ന് ആരോപണം വന്നതാണ്. അപ്പൊ എങ്ങനെയായിരിക്കും അദ്ദേഹം തരൂർ ആ ഇലക്ഷൻ കടന്നുകൂടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർമാർ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ പോവുക, ഒപ്പം പോവുക, അങ്ങനെയൊക്കെയുള്ള ചില ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അന്നൊരു സർവേ നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ കോളേജിലെ പ്രത്യേകിച്ച് വിമൻസ് കോളേജിലെ, ഓൾ സയൻസ് കോളേജിലൊക്കെ കുറെ സർവേ നടത്തിയിരുന്നു. സർവേ നടത്തിയപ്പോഴേ അവിടെ പറയുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വലിയ അഭിപ്രായം ഞങ്ങൾ തരൂരിനെ വോട്ട് ചെയ്യും. അപ്പൊ ചോദ്യത്തിലുണ്ടായിരുന്നു ഭാര്യയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് അതൊക്കെ ശരിയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വിവരം, വിദ്യാഭ്യാസം, അദ്ദേഹത്തിന്റെ സംസാരം, ഓരോ വിഷയങ്ങളിലുള്ള സ്വാധീനം, അതിലൊക്കെ ഉപരിയായിട്ട് അവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കണ്ണുകളാണ്. ഈ സർവേ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഞങ്ങളുടെ കണ്ണുകൾ, സ്ത്രീകളുടെ കണ്ണുകൾ പോലെയാണെന്നാണ്. എനിക്കറിയത്തില്ല കേട്ടോ, ഈ സർവേ കണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില ഭാവവാദികളൊക്കെ ഉണ്ട്, ചേഷ്ടകളൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് മുടിയൊക്കെ ഇങ്ങനെ സ്ത്രീകൾ ചെയ്യുന്നത് പോലെ മുടിയൊക്കെ ഇങ്ങനെ എടുത്തു സൈഡിലേക്ക് ഇടുക, ഈ വസ്ത്രത്തിന്റെ തുമ്പൊക്കെ ഇങ്ങനെ പിടിച്ച് മാറ്റിയിടുക, അങ്ങനെയൊക്കെ ചില മൊത്തത്തിലൊരു നമ്മൾ പറയത്തില്ല, കുറ്റമായിട്ട് പറയാൻ ഒരു സ്ത്രൈണത എന്ന് പറയും. ആ സ്ത്രൈണത അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് അത് അറ്റാച്ച് ചെയ്യാണ് കുട്ടികൾ. നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചു. പിന്നീട് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം റിപ്പോർട്ടർ എന്നോട് പറഞ്ഞതാണ്. ഇദ്ദേഹം ഇങ്ങനെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ വണ്ടിയെ നമ്മളും സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ ഓരോരോ കവലകളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് വാഹനത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ വരും, അല്ലെങ്കിൽ പൊതുവേദിയിൽ നിൽക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ഫോൺ വരും. ഏതോ വിദേശ രാജ്യത്തു നിന്നാണ് വിളിക്കുന്നത്, ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുകയാണ്. സർ, നമ്മൾ പറഞ്ഞ ആ സ്ലോട്ട് സാധനം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ എന്തുവാണ്, ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് സാർ, അത് 10 മിനിറ്റ് ടോക്ക് ആണെന്ന് പറഞ്ഞു. അതിനെന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അത് വിഷയം അങ്ങ് പറയുകയാണ്. എന്താണ് വിഷയം എന്ന് ചോദിക്കുക, ഉടൻ തന്നെ ആൻസർ പറയും. അല്ലെന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ട് വിഷയമാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത കോള് വരും, ഉടനെ അതിനെക്കുറിച്ച് പറയും. അല്ലെ സ്പോർട്സ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയും. ഇങ്ങനെ വെറൈറ്റി ഓഫ് വിഷയങ്ങൾ, രാഷ്ട്രീയം, എന്തിനെ കുറിച്ചും പറഞ്ഞാൽ മാത്രം മതി, ഒരു അടുത്ത സെക്കൻഡിൽ ആൻസർ തുടങ്ങുകയാണ്, ഉത്തരം തുടങ്ങുകയാണ്. അങ്ങനെ ഇംഗ്ലീഷിൽ
അപ്പൊ അവര് പറഞ്ഞു, അവര് തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. സാധാരണക്കാരനോട് തിരുവനന്തപുരത്ത് രാഷ്ട്രീയം പ്രസംഗിക്കുകയാണ്, അതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലേ വരുള്ളൂ. ഈവൻ അണ്ടർ സെക്രട്ടറി ജനറലിന്റെയോ അല്ലെങ്കിൽ ഒരു വിശ്വപൗരന്റെ നിലവാരത്തിലെ അദ്ദേഹത്തിന്റെ സംസാരം വരികയുള്ളൂ. ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ സംസാരം വരികയില്ല, ഒരു കാരണവശാലും വരികയില്ല. അത് മനസ്സിലാക്കിയ കുറച്ച് നേതാക്കന്മാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തുർക്കിയെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ അതിനകത്ത് കോൺഗ്രസിൽ ഇംഗ്ലീഷ് അറിയാവുന്ന കുറച്ച് നേതാക്കന്മാരുണ്ടല്ലോ, തുർക്കിയുടെ നിലപാടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ചോദിച്ചപ്പോ ഇവരെന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് തട്ടി കളിക്കുക, നീ പറ ഞാൻ പറ എന്നുള്ള മട്ടില്. പക്ഷെ അവിടെയാണ് ശശി തരൂരിന്റെ ഒരു പ്രാധാന്യം നമ്മൾ കാണേണ്ടത്. നമ്മുടെ രാജ്യത്തെ കുറിച്ച്, നമ്മുടെ രാജ്യം ഒരു ക്രൈസിസ് നേടുന്ന സമയത്തെ കുറിച്ച് രാജ്യസ്നേഹമാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യസ്നേഹത്തിന്റെ പേരിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മറ്റേ സ്കാൽപ്പോ ബ്രഹ്മോസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊല്ലട്ടെ, അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, രാജ്യസ്നേഹമല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഇതാണ് എനിക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്. അദ്ദേഹത്തെ ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിനുള്ള ശേഷി ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും സാർ പറഞ്ഞതുപോലെ ശശി തരൂർ കോൺഗ്രസിൽ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ലീഡർ അല്ലെങ്കിൽ ഒരു നേതാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകളുണ്ട്. അത് പൊതുവേദിയിലായാൽ പോലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല. അതിന്റെ ലാഭം മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാണെന്നുള്ള കാര്യം അദ്ദേഹം നോക്കാറില്ല. ഇത്തരത്തിലൊക്കെ സംസാരിക്കാൻ കെൽപ്പുള്ള, ധൈര്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശശി തരൂർ. പക്ഷേ അത് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്കകത്ത് നിന്നാവുമ്പോഴാണ് പിന്നാലെ അവസാന താക്കീത് എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വരുന്നത്, റിപ്പോർട്ടുകൾ വരുന്നത്, കോൺഗ്രസ് അത്തരം നിലപാടുകൾ എടുക്കുന്നത്. പക്ഷേ അവിടെയുമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരിനെ പോലെ ഒരു നേതാവിനെ ഒരു തരത്തിലും തള്ളിപ്പറയാൻ അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കാൻ കൂടുതൽ കർശനമായ എന്തെങ്കിലും അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും കോൺഗ്രസിന് സാധിക്കില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ കോൺഗ്രസിനും ഒരു പേടിയുണ്ട്, എപ്പോൾ വേണമെങ്കിലും തരൂർ ചിലപ്പോൾ BJP-യിലേക്ക് പോകുമോ എന്നുള്ളത്. കാരണം അദ്ദേഹം നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴായിട്ട് ഈ അടുത്തായി കൂടുതലായി പറഞ്ഞു വരുന്നത് എന്നതും വ്യക്തമാണ്. ഏതായാലും താങ്ക് യു രാജഗോപാൽ സർ.